the only Portuguese player to score at 3 different World Cup. ഇന്റർനെറ്റിൽ ഒന്നാകെ എന്ന് ക്രിസ്ത്യാനോ ഉണ്ടാക്കിയെടുത്തോളം വേറെ ലെവൽ തന്നെയായിരുന്നു. അതിനെ വെല്ലുന്ന ഒന്ന് അതിനു മുമ്പും ശേഷവും ഉണ്ടായിട്ടില്ല. സ്പോർട്സിന്, പ്രത്യേകിച്ച് ഫുട്ബോളിന് ന്യൂട്രൽ ഗ്രൂപ്പിൽ വരെ ഇത്ര റീച്ചുണ്ടായ ഒരു സംഭവം മറ്റൊന്നുണ്ടായിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ 6ാം ബലോൺ ഡോറിന് അരികിൽ വരെ എത്തി. മെസ്സിയേക്കാൾ UCLും യൂറോ കപ്പും അടിച്ച് ഗോട്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദിവസം. ഒരുപക്ഷെ യുവൻറ്റസിൽ പോയില്ലായിരുന്നുവെങ്കിൽ മെസ്സിയെ 90% ന്യൂട്രൽ ഫാൻസും തള്ളിപ്പറഞ്ഞേനെ. സ്പെയിനെതിരെ എക്കാലത്തെ മികച്ച ഗോളുകളിലൊന്ന് നേടിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഈ ഓഫ് സൈഡ് ആയതിനാൽ കിട്ടാതെ പോയ ആ ഗോൾ കാരണം കരിയറിലെ സ്പെയിനെതിരെ ഗോളില്ല എന്ന ചീത്തപ്പേരോടെയാണ് റൊണോ ഇറങ്ങിയത്. ജൂൺ 15-ന് സോച്ചിയുടെ മണ്ണിൽ മത്സരത്തിനിറങ്ങിയപ്പോൾ സ്വന്തം ഫാൻസ് പോലും പോർച്ചുഗലിന് സാധ്യത കൽപ്പിച്ചു കാണില്ല. അത്രമേൽ ശക്തമായിരുന്നു അന്നത്തെ സ്പെയിൻ. ആ ലോകകപ്പ് നേടിയ ഫ്രഞ്ച് പടയുമായി കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പക്ഷേ ഒരേ ഒരു സ്കോഡ് സ്പെയിൻ്റെതായിരിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഏറ്റവും ഹൈപ്പ് കിട്ടിയ മത്സരമായിരുന്നു ഇത്. ക്രിസ്ത്യാനോ എത്ര ആവേശഭരിതനായിരുന്നുവെന്ന് പോർച്ചുഗൽ ദേശീയഗാനത്തിൻ്റെ സമയത്ത് വ്യക്തമായിരുന്നു. ചരിഞ്ഞു നിന്ന് ടീമിനെ ഒന്നാകെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കളത്തിലേക്ക് ഇറങ്ങിയ റൊണോയെ കണ്ടിട്ടാകും അന്ന് മിക്ക പോർച്ചുഗൽ ഫാൻസിനും ആശ്വാസം കിട്ടിയത്. ആ ആവേശത്തിൻ്റെ ഫലമായിരുന്നു പിന്നീട് കണ്ടത്. 3-ാം മിനിറ്റിൽ തന്നെ നാച്ചോ അനായാസം ഡ്രിബിൾ ചെയ്തപ്പോൾ നാച്ചോ ചെയ്ത ഫൗളിന് പെനാൽറ്റി ലഭിക്കുന്നു. കാളക്കൂറ്റിനെ പോലെ ഓടിയെടുത്ത് റൊണോ പന്തിനെ നെറ്റിന് വലത്തെ മൂലയിലേക്ക് പതിപ്പിക്കുന്നു. പിന്നീടങ്ങോട്ട് സ്പെയിൻ ആധിപത്യം തന്നെയായിരുന്നു. വൈകാതെ 24-ാം മിനിറ്റിൽ സ്പെയിൻ ഈക്വലൈസ് പിടിക്കുന്നു. മത്സരം മുറുകിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു 44-ാം മിനിറ്റിൽ റൊണോ ഇടംകാലിൽ നിന്നും ബോക്സിന് പുറത്തു നിന്നും ഒരു ബുള്ളറ്റ് ഷോട്ട് പിറന്നത്. ഡിഗയുടെ പിഴവിൽ പന്ത് വലയിലേക്ക് എത്തുന്നു. പിന്നീട് ഡിഗയെ പറഞ്ഞത് പന്ത് കയ്യിലൊതുങ്ങിയില്ല എന്നാണ്. എന്നാൽ 2ാം പകുതിയിൽ 55-ാം മിനിറ്റിൽ കോസ്റ്റയുടെയും 58-ാം മിനിറ്റിൽ നാച്ചോയുടെയും വണ്ടർ ഗോളിലും സ്പെയിൻ മുന്നിലേക്ക് എത്തുന്നു. വിജയം കയ്യിൽ നിന്നകന്നു നിന്ന പോർച്ചുഗൽ തോൽക്കാതിരിക്കുവാൻ പൊരുതുന്നുണ്ടായിരുന്നു. എന്നാൽ കാര്യമായ ഒരു അവസരം പോലും ഉണ്ടാക്കുവാൻ പോർച്ചുഗലിനായില്ല. എന്നാൽ അവിടെയും ക്രിസ്ത്യാനോ തന്നെ രക്ഷകനാകുന്നു. ഒന്നുമില്ലാത്തൊരു പൊസിഷനിൽ നിന്നും ഫ്രീ കിക്ക് നേടിയ റൊണാൾഡോ ദീർഘശ്വാസം എടുത്ത് പയ്യെ ഓടിയെടുത്തു. തൻ്റെ സ്വന്തം ഫ്രീ കിക്ക് സ്റ്റൈലിന് പകരം ഇത്തവണ റൊണോ സാധാ ടെക്നിക്കാണ് ഉപയോഗിച്ചത്. തോൽവി ഉറച്ചു നിൽക്കുമ്പോൾ 88-ാം മിനിറ്റിൽ ഡിഗയെ ശീല പോലെ നിർത്തി ക്രിസ്ത്യാനോ മഴവിൽ പോലെ ഒരു ഷോട്ട് വളഞ്ഞ് വലയെ ചുംബിച്ചപ്പോൾ വിശ്വാസം വരാതെ സോച്ചിയും ലോകവും സ്തംഭരായിരുന്നു. സാക്ഷാൽ മറഡോണയുടെ 1986 ഇംഗ്ലണ്ടിനെതിരെയുള്ള പ്രകടനത്തിന് ശേഷം ലോകം കണ്ട എക്കാലത്തെ മികച്ച ഒറ്റയാൾ പോലും. സ്പെയിനെതിരെ ഹാട്രിക് നേടിയ ആദ്യ താരമായതുകൊണ്ട് മാത്രമല്ല, ഒന്നുമില്ലായ്മയിൽ നിന്നായിരുന്നു 3 ഗോളുകളും എന്നത് ഈ പ്രകടനത്തെ അവസ്മരണീയമാക്കുകയായിരുന്നു. വിമർശകരെ പോലും രോമാഞ്ചം കൊള്ളിച്ച ക്രിസ്ത്യാനോയുടെ എക്കാലത്തെ മികച്ച പ്രകടനം. പോർച്ചുഗലിന്റെ ഈ പ്രിയപുത്രൻ അർഹനായത് എന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന ഗോൾ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഓവർ ദ മൂൺ. It's 3-3. My goodness, what a goal! Cristiano Ronaldo. நாம் வந்துட்டேன்னு சொல்லு, திரும்பி வந்துட்டேன்னு சொல்லு, ரோனோ வந்துட்டேன்னு சொல்லு, ரொனால்டோடா, கிறிஸ்டியானோ ரொனால்டோ.